അപ്പം നമുക്ക് 6 മണിക്കൂർ ഓടി എത്ര രൂപ കിട്ടും നോക്കാം. ഓഫറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുന്നത് ഈറ്റ് റിംഗിന്നാണ്. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഐറ്റം കിട്ടാൻ കുറച്ച് ലാഗായിരുന്നു കഴിച്ചത്. എന്തായാലും നമ്മളൊരു 10 മിനിറ്റ് കഴിച്ച് വെയിറ്റ് ചെയ്ത് നമുക്ക് സാധനം കിട്ടാൻ. സാധനം അതിന് തന്നെ കൈ കിട്ടുന്നുണ്ട്. ചിക്കൻ മന്തിയാണ് സംഭവം. ഐറ്റം പിക്ക് ചെയ്ത് കസ്റ്റമർ ലൊക്കേഷൻ ഒരു 1.5 കിലോമീറ്റർ ആയിരുന്നു കായസ്. പിന്നെ നമുക്ക് അടുത്ത് അടിച്ചിരിക്കുന്നത് അച്ഛൻ സൊറ്റേജിന്നാണ്. അതൊരു മിനിമം ചാർജാണ്, 25 രൂപയുടെ ഓർഡറാണ്. തിരിച്ചു വരുമ്പോൾ ഓഫ് റോഡ് മൂടായിരുന്നു കേട്ടോ. അതെല്ലാം തിരിച്ചു നമുക്ക് ബർഗർ ലോഞ്ചാണ് ഗായ്സ് ഓർഡർ അടിച്ചത്. ഇന്നൊന്നും നടത്തില്ല, മൊത്തം ചെറിയ ചെറിയ ഓർഡറുകളാണ് അടിക്കുന്നത്. എന്തായാലും ഐറ്റം പിക്ക് ചെയ്ത് ലോഡർ പ്രൈസ് ആണ് ഗായ്സ്. കസ്റ്റമർ ലൊക്കേഷൻ ഒരു 3.5 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഹോട്ടൽ വാണിന്നാണ് അടുത്ത ഓർഡർ എടുത്തത്. ഐറ്റം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഹോട്ടലിൻ്റെ എൻട്രി മൊത്തം വേൾഡ് കപ്പ് മൂടാണ് കേട്ടോ. എന്തായാലും റൊണാൾഡോനെയും മെസ്സിനെയും നെയ്മറിനെയൊക്കെ പൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഹോട്ടൽ അർക്കാഡിന്ന് കേട്ടോ അടുത്ത ഓർഡർ അടിച്ചത്. റെയിൻ സർജൊക്കെ ഓണാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. മഴയില്ലാതെ സർജാണ് എന്നാ നടക്കില്ല കേട്ടോ. എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടാറുള്ളൂ. അടുത്ത ഓർഡർ അടിച്ചത് ബാവുമോമെന്ന് കേട്ടോ. ഐറ്റം പിക്ക് ചെയ്ത് കസ്റ്റമർ ലൊക്കേഷൻ കവിയൂരായിരുന്നു കേട്ടോ. കവിയൂരിൽ ഈ കസ്റ്റമർ ലൊക്കേഷൻ വളരെ സ്മൂത്ത് ആയിരുന്നു കേട്ടോ റോഡൊക്കെ. അടുത്ത ഓർഡർ KFC എന്നായിരുന്നു കേട്ടോ. ഐറ്റം പിക്ക് ചെയ്തു ഡെലിവറി ചെയ്തപ്പോൾ നമുക്ക് 34 രൂപ കിട്ടി. ഈ ഓർഡറാണ് കേട്ടോ ലാസ്റ്റത്തെ ഓർഡർ. ഐറ്റം ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് ഓഫ് ആക്കിയപ്പോൾ നമുക്ക് 425 രൂപയും കിട്ടി, 60 രൂപ ഇൻസെറ്റും കിട്ടി കേട്ടോ. അപ്പോൾ ശരിയാണ്.